ഈ ഒരു സിനിമ കണ്ടാൽ തന്നെ അറിയാം ഇന്ദ്രൻസ് അത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചിട്ട് നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ഇന്ദ്രൻസ് ഇത്രയും പ്രണയിക്കാൻ പറ്റുമോ. സോറി എന്തൊക്കെ പറഞ്ഞാൽ എത്ര ക്ലീശയാണെങ്കിലും എത്ര ഇറങ്ങിയാലും ഇമോഷൻസ് മനുഷ്യന് എന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലോകം മൊത്തം വാരണാസിയെ കാണേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി എനിക്കിതൊരു കവിത പോലെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ചിത്രം വരക്കുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്തത്. കാരണം ഓരോ ഷോട്ട് വെക്കുമ്പോൾ പോലും അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ റൂൾ ഓഫ് തേർഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ കറക്റ്റായിട്ട് നമ്മൾ സിമെട്രി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കതൊരു ഐഡിയ ഉണ്ടല്ലോ ബേസിക്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്രെയിം വെക്കുമ്പോൾ തന്നെ ഗംഗയെ റൂൾ ഓഫ് തേർഡിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ഡിവൈൻ ടച്ച് ഉണ്ടായിരുന്നു അതിൽ. മൊത്തത്തിൽ ഇപ്പം ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് വാരണാസിയെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് വാരണാസിക്ക് എപ്പോഴും ഒരു ഭംഗി എന്ന് വെച്ചിട്ടുള്ള റോ ആണ് ഭംഗി. പക്ഷെ ഈ ഒരു കൈൻഡ് ഓഫ് ഭംഗിനെ കൊണ്ടുവരാൻ പറ്റിയോണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഫ്രെയിം വെക്കുമ്പോൾ ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റിനെയാണ്. ആർട്ടിസ്റ്റിനെ എത്രത്തോളം അവരെ ഭംഗിയായിട്ടും ആൾക്കാരെ ബോറടിപ്പിക്കാത്ത രീതിയിലും വെക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല രീതിയിൽ ഇപ്പം നമ്മളൊരു സൈലൻറ്റ് ഘാട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാണിക്കുന്നുണ്ട്. കാരണം അവർ വന്ന് കാല് വെള്ളത്തിലേക്ക് ഇതാക്കുന്നില്ലേ, അവിടെ ആദ്യമേ വർഷ പറഞ്ഞായിരുന്നു എനിക്കൊരു സൈലൻസ് ആണ് വേണ്ടിയിരുന്നതെന്നുള്ളത്. സോ അതിനനുസരിച്ച് എങ്ങനെ സൈലൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇവർ രണ്ടുപേരെയും ഒരു റൂൾ ഓഫ് തേർഡ് ഏറ്റവും ലെഫ്റ്റിൽ തന്നെ നിർത്തി ബാക്കി ഫുള്ള് ഗംഗയെ കാണിച്ചു. ഇപ്പം ഞാനൊരിക്കലും സിനിമാറ്റോഗ്രാഫർ ആവേണ്ട ആളല്ലായിരുന്നു. ഞാൻ +2 ഫെയിലായ സമയത്ത് നോർമലി ഒരു പണിയില്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് അംഗ്ലോറയുടെ മറ്റേ ഫിലിം സ്റ്റുഡിയോ ക്യാമറ ആ ഒരു പരിപാടി. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഞാൻ ഈ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് സിനിമാറ്റോഗ്രാഫി എന്നുള്ള വേർഡ് അറിയുന്നത്. അന്ന് ആ വേർഡ് പഠിച്ച ആളാണ് ഇന്ന് സിനിമാറ്റോഗ്രാഫറായി നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഫിലിം സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഈ പറഞ്ഞ ലേൺ ചെയ്തുകൊണ്ടാണ്. ഓഫ് കോഴ്സ് ഫിലിം സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി പഠിക്കുക എന്നുള്ളതാണ് സംഭവം എങ്ങനെയെങ്കിലും. ഇപ്പോൾ യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മാസ്റ്റർ ക്ലാസ്സിന് 15,000 അവർ 1 ഇയറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാം. ഞാൻ യൂട്യൂബിൽ തന്നെയാണ് പഠിച്ചത്, ഗൂഗിളിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ അതൊന്നൊരു മോശം കാര്യമല്ല. വെളിച്ചത്തെ വെറും പ്രകാശമായി കാണാതെ വികാരങ്ങളുടെ ഭാഷയിലേക്ക് മാറ്റുന്ന കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷമായി മാറ്റുന്ന ചിന്ന ചിന്ന ആസയുടെ സിനിമാറ്റോഗ്രാഫർ ഫായിസ് സിദ്ദിഖ്. ഹായ് സർ. ഈ ക്രിസ്റ്റഫർ, ഓപ്പറേഷൻ ജാവ തുടങ്ങിയിട്ട് 1000 ബേബീസ് തുടങ്ങിയിട്ട് ഒത്തിരി മലയാളികൾ സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഇതാ ചിന്ന ചിന്ന ആസയും. ആക്ച്വലി ഇന്നലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിനിമ കാണാൻ പോയപ്പോൾ ടീമിനെ മൊത്തത്തിൽ കാണാൻ പറ്റി തിയേറ്ററിൽ വെച്ചിട്ട്. വനിതയിൽ വെച്ച് കാണാൻ പറ്റി. എല്ലാരും ഇന്നലെ 3:30 ഷോയ്ക്ക് മൊത്തം ക്രൂവിനെയും കാണാൻ പറ്റി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളെയും ഇന്നലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് കാണാൻ പറ്റി. ആളുടെ കുറച്ച് ടോക്കും ഇന്നലെ സാറിന്റെ അഭിപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടിട്ടാ പോയത്. അപ്പൊ എല്ലാവരും ഇന്നലെ കാണാൻ പറ്റി, ഭയങ്കര സന്തോഷമായി. അപ്പൊ എനിക്ക് ചോദിക്കാന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ ആദ്യം തന്നെ എന്താ തോന്നിയത്? അതായത് ഞാൻ ഇപ്പം 1000 ബേബീസിൽ എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു, ജാവയിലും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ക്രിസ്റ്റഫറിലും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ അതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മെസ്സേജസ് ത്രൂ ആണ്, ഈ പറയുന്ന അല്ലെങ്കിൽ ഫോൺ കോൾ ത്രൂ ആണ്. പക്ഷേ ഇതിൽ ഹഗ് ത്രൂ ആണ്. അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം അവർ നമ്മളെ ഹഗ് ചെയ്തിട്ട് ഈ വർക്ക് കൊള്ളാമെന്ന് മാത്രമല്ല അവരുടെ പെയിനാണ് ഷെയർ ചെയ്തത്. അത് ഭയങ്കര ഇമ്പാക്റ്റാണ്. കാരണം ഇമോഷണലി ഞാനും പെട്ടെന്ന്, കാരണം ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. കാരണം എനിക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഹഗ് ചെയ്യുന്ന പോലെയല്ല, ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. വാരണാസിയിൽ പോയ പോലെ തോന്നി, അവിടെ ഉണ്ടായ പോലെ ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഗൂസ് ബംസും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ആൾക്കാർ സൈലൻ്റായിട്ട് ഇരിക്കുക അവിടെ. അപ്പോൾ അവിടുന്ന് എനിക്ക് ആൾക്കാരെ മുഖത്ത് നോക്കി ചിരിക്കണോ, അല്ലെങ്കിൽ കാരണം നമ്മുടെ MC ഈ പറയുന്ന പോലെ എല്ലാവർക്കും പാടും ഇഷ്ടപ്പെട്ടോ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കല്ലേ, കാരണം എല്ലാവരും വേറൊരു ഇമോഷണൽ നിൽക്കുകയാണ്. അപ്പം അപ്പം ഈ ഒരു അത്രയും ഭയങ്കര ഇമോഷൻ, കാരണം അത് ഭയങ്കര രസമായിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലോ. കാരണം പടം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ തരുമ്പോഴുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, ആ മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ മ്യൂസിക് ഓഫ് ആവുന്നു, നമ്മൾ കയറി വരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് തെറ്റല്ലേ, കാരണം ഇവരുടെ ഇമോഷൻ പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട്
മാർക്കറ്റ് ചെയ്യാതെ ഒരു പടം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള ചെറിയ പടങ്ങൾ. സോ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ബട്ട് എന്നിരുന്നാലും മാർക്കറ്റിംഗ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇത്രയും അധികം ഈ പറയുന്നത്. എനിക്ക് ഉണ്ടായിരുന്നു, ഓക്കെ ഇത് നല്ലൊരു പടമായി വരും, ഈ പറഞ്ഞ നല്ല അപ്രിസിയേഷൻ കിട്ടും. പക്ഷെ ഞാൻ പറ്റില്ല, ഈ ഹഗ് ത്രൂ, അതായത് ഇമോഷണൽ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ചോട് കൂടിയുള്ള ഒരു എന്താ പറയുക ഒരു അപ്രിസിയേഷൻ ആദ്യമായിട്ടാണ്. ഇന്നലെ ഞാൻ ഭയങ്കര സങ്കടത്തിൽ നേരെ ഇരിക്കുമ്പോഴാണ് ക്രൂ ബാക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം അവിടെ ഉള്ള ഇമോഷൻസ് മാറാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പെട്ടെന്ന് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പറയും കൂടി ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫുള്ള് കേട്ടിട്ട് എല്ലാവരുടെയും കേട്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാറ് പറയുണ്ടായല്ലോ, അപ്പോൾ ഒരു DOP ആസ് എ DOP എന്നുള്ള നിലയിൽ കഥ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അത് അപ്പൊ തന്നെ നോട്ട് ചെയ്യണം, അല്ലാതെ പിന്നീട് നമുക്ക് ആ ഒരു ലെവലിൽ കിട്ടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഈ ചിന്ന ചിന്ന ആസി, അപ്പൊ ചിന്ന ചിന്ന ആസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫിലിം കണ്ടപ്പോ കേട്ടപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ വർഷ ചേച്ചി ഇങ്ങനെ കഥ പറഞ്ഞപ്പോ ആദ്യമായിട്ട് ഇത് എങ്ങനെ രൂപം വന്നത്, എങ്ങനെയാണ് ചിത്രീകരിക്കാൻ വിചാരിച്ചത്? ചിത്രീകരിക്കാൻ വിചാരിച്ചത് കാരണം വർഷയുടെ അടുത്ത് ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഒരു തമിഴ് മൂവി ഓക്കെ അടിച്ച് ഫുൾ സെറ്റാക്കിയ സമയത്താണ് ചിന്ന ചിന്ന ആസി വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു, കാരണം അതൊരു വലിയ മൂവിയാണ്. ഇതെന്ന് പറയുന്നത് ഇന്ദ്രൻഷനും മധുബാല ബജറ്റ് വൈസും ഭയങ്കര ചെറുതാണ്, സ്റ്റോറി വൈസ് ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ ലോക്കേഷൻ ഒന്നാമത് സ്റ്റോറി എന്നെ ഹുക്ക് ചെയ്തു, ഇന്ദ്രൻഷനും മധുബാല മാമി ഹുക്ക് ചെയ്തു, വാരണാസി ഹുക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന വലിയ തമിഴ് മൂവിയാണ്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അവർ ചെയ്യാൻ പോകുന്നത് തെലുഗു മൂവി. അപ്പോൾ ഈ 2 പടം എനിക്ക് കളയണം. ബട്ട് സംഭവം ഞാൻ കളഞ്ഞു. ഞാൻ പറഞ്ഞ വർഷം ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഒരു ഡേ എടുത്തു. എൻ്റെ ഒരു ഫുൾ ഡേ പ്രോസസ്സിൽ ഞാൻ വൈഫിനോട് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനമുണ്ട് എനിക്ക്, അതായത് നമ്മളിപ്പം തമിഴും ഈ പറയുന്ന പോലെ തെലുഗു മൂവി ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പോഷർ ഓഫ് കോഴ്സ് കിട്ടും. പക്ഷേ ഇനി ഇതുപോലെ ഒരു സ്റ്റോറിയുള്ള ഭയങ്കര ഫ്ലേവറുള്ള ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരുടെ ലവ് സ്റ്റോറി പറയുന്ന വാരണാസി എൻ്റെ കൾച്ചർ കാണിക്കാൻ എന്നൊരു പടം ഇനി വരുമെന്ന് എനിക്കറിയില്ല. ബാക്കി എനിക്ക് തമിഴ് വരും, തെലുഗു വരും, എല്ലാം വരും. ഓഫ് കോഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പടങ്ങൾ ഹിറ്റായി കഴിഞ്ഞാൽ വരും. ബട്ട് വൈഫും പറഞ്ഞു എന്നാൽ നമുക്ക് ഗോ ഫോർ ഇറ്റ്. കാരണം ഈ പറയുന്ന പോലെ ഫൈനാൻഷ്യലി നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ഗുണമുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എന്നിരുന്നാലും നമ്മൾ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്. സോ അറ്റ് ദി എൻഡ് അപ്പോൾ അവളും ഞാൻ തീരുമാനമെടുത്ത് നമുക്കിത് ചെയ്യാമെന്നുള്ളതിൽ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഇപ്പം സോറി എനിക്ക് ചോദ്യം തിരിച്ചു വന്നു വീണ്ടും. അപ്പോൾ വർഷ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, വർഷ എത്രയോ പടങ്ങൾ നമ്മൾ ഈ പറയുന്ന ജെയിംസ് ബോണ്ട് ആവട്ടെ അല്ലെങ്കിൽ സ്ലം ഡോഗ് മില്യണയർ ആവട്ടെ, വേൾഡ് മൊത്തം സംസാരിച്ച ഇന്ത്യൻ കൾച്ചർ കാണിക്കുന്ന സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേസ്റ്റ് ആയിട്ടുള്ള സ്ലം ആയിട്ടുള്ള ഏരിയകൾ, മുംബൈയിലെ തെരുവുകൾ, ഈ പറയുന്ന പോലെ വാരണാസി ആണെങ്കിൽ ഏറ്റവും ചേരി കാണിക്കുന്ന വാരണാസി, വൃത്തികേട് കാണിക്കുന്ന വാരണാസി. ബട്ട് നമ്മുടെ ഈ മൂവി ലോകം കാണേണ്ടത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാരണാസിയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പടം ചെയ്യില്ല. അത് വർഷം അത് അങ്ങനെയല്ല എനിക്ക് റോ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ പടം ചെയ്യില്ല. കാരണം ആ റോ സംസാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇമോഷൻ സംസാരിക്കുന്ന ഒരിക്കലും ഈ പടം വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി ഉണ്ട്. വാരണാസി എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. അവർ ആ ഘാട്ടിലേക്ക്, കാരണം ആലോചിച്ച് നോക്കണം, ഒരു 2 പേര് ഒരേ കോസ്റ്റ്യൂം ഇട്ടിട്ട് ത്രൂ ഔട്ട് ഒരു ഡേ ഇങ്ങനെ ഇവോൾവ് ചെയ്യണം ആ ഒരു സറൗണ്ടിങ്. അപ്പോൾ ആ ഒരു ഇവോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോറടിക്കാൻ പാടില്ല. സോ അപ്പോൾ നമ്മൾ എന്താക്കണം, വിഷ്വലി ഹുക്ക് ചെയ്ത് നിർത്തണം, മ്യൂസിക് എലവേറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ വർഷൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും മധുബാലനെയും ഇത് ഒരു ദിവസം നടക്കുന്ന കഥയായതുകൊണ്ട് അവരുടെ ഇമോഷൻ മാറാതെ കൊണ്ടുപോകണം. മധുമയമാണെങ്കിൽ അവർ ഭയങ്കര എനർജറ്റിക് ഒരാളായതുകൊണ്ട് അവർ സെറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിന്നെ അവർ റോക്ക് സ്റ്റാർ ആണ്. അവരുടെ റീൽസ് കണ്ടാൽ മനസ്സിലാവും മധുമയം അങ്ങനെ. അപ്പം അങ്ങനെ ഒരാളെ ലീല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം അങ്ങനെയാണ് അവിടെ. കാരണം നമ്മളിപ്പോൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നെക്സ്റ്റ് മധുമാമിനെ ഓക്കെ റൂമിലേക്ക് വിട്ടിട്ട് നമ്മൾ ബാക്കിയെടുക്കാൻ പോകുമ്പോൾ ബാക്കിൽ നിന്നുണ്ടാവും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബോട്ടിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ഒരാളിങ്ങനെ പോകുന്നത്. അപ്പം മധുമാം അങ്ങനെ ഒരാളാണ്. അപ്പോൾ അയാൾ മധുമാമിനെ വീണ്ടും ആ ഒരു ക്യാരക്ടറിലേക്ക് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബൈപ്പോളാറുള്ള ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ സെറ്റിൽ വരുന്നു, ആ ക്യാരക്ടറിലേക്ക് കയറുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. അവർ ചിലപ്പോൾ ഒരു ഭാര്യയായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. അവർ ആ ഒരു ക്യാരക്ടറിൽ തിരിച്ച് പോകണം, പോയേ പറ്റൂ.
എത്ര വലിയ ഇനി ഒരു കൊലപാതകം ചെയ്യുന്ന ക്യാരക്ടറായാൽ പോലും ആ ഒരു ക്യാരക്ടറിലേക്ക് തിരിച്ചു പോയേ പറ്റൂ. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം അത് ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും വണ്ടറാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുടെ ആ ഒരു കാരണം എനിക്കിപ്പം അങ്ങനത്തെ ഒരു കാര്യം പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ഫുൾ ഹാപ്പി ആയാൽ മാത്രമേ എനിക്ക് നല്ലൊരു പടം ചെയ്യാൻ പറ്റുള്ളൂ. ഇവരങ്ങനെയല്ല, ഇവരെന്തോരം ഇമോഷൻസാണ് കയറി ഇറങ്ങണേ. അപ്പോൾ ഇത്രയും വാരണാസി പോലുള്ള സ്ഥലത്ത് കാരവൻ ഇല്ല. അതായത് നമ്മൾ ബേസിക്കലി കൊടുത്തുകൊണ്ടിരുന്ന നീഡ്സ്, അത് നമ്മൾ ബേസിക്കലി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാരവന്, ഈ പറഞ്ഞ പോലെ ഒരു ഇന്നോവ വണ്ടി ഉണ്ടാവും, അതൊക്കെ. പക്ഷെ അതൊക്കെ ഒഴിവായിട്ട് സാധാരണ ഒരു ചെയറും ഒരു അംബ്രല്ലയും ചിലപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു കംഫർട്ട് സോണിലേക്ക് അവർ ഇന്നാവുകയാണ്. അത് കംഫർട്ടും അല്ല, മനസ്സിലായോ? സാധാരണ ആൾക്കാരൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ കാണുമ്പോൾ യാര് ഹീറോ, ഇന്ദ്രൻ ചേട്ടൻ ആര്, കാരണം ആർക്കും അറിയില്ല. മധു മാമിനെ പിന്നെയും തമിഴ്നാട്ടിൽ വരുന്നവർക്ക് അറിയാം, ഹിന്ദിയിലൊക്കെ വരുന്നവർക്ക് അറിയാം. അപ്പം പക്ഷേ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന വെച്ചാൽ ഇന്ദ്രൻ ചേട്ടൻ്റെ കറുപ്പ് അത്രയും ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് മൈലേജാണ്, നമ്മുടെ സിനിമക്ക് ഭയങ്കര മൈലേജാണ്. കാരണം ഇന്ദ്രൻ ചേട്ടനെ പോലത്തുള്ള ഒരു വേഴ്സറ്റൈൽ ആക്ടർ ഈ ഒരു സിനിമ കണ്ടാൽ തന്നെ അറിയാം. ഇന്ദ്രൻ ചേട്ടൻ അത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മധു മാം അത്രയും. കാരണം ഇവരുടെ ആ ഒരു നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ഇന്ദ്രൻ ചേട്ടൻ ഇത്രയും പ്രണയിക്കാൻ പറ്റുമോ. കാരണം അത് ആ ഡയറക്ടറുടെ വിഷനാണ്. ഡയറക്ടർ അങ്ങനെ കണ്ടുകൊണ്ടാണ്. കാരണം എന്തുകൊണ്ടും വർഷം മധുമാം ഇപ്പുറത്ത് വരുമ്പം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ ആൾക്കാർ ഒപ്റ്റ് ചെയ്യാം. ബട്ട് ആ ഒരു ഡയറക്ടറുടെ വിഷൻ എനിക്ക് ഇന്ദ്രൻ സാറ് മതി, എൻ്റെ മാഷ ഇന്ദ്രൻ സാറാന്ന് പറയുന്നിടത്താണ് വർഷ എന്ന് പറഞ്ഞ ഡയറക്ടറിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പം സ്ക്രീനിൽ കാണുമ്പോൾ, നമ്മൾ മോണിറ്ററിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്തിരി കൂടി വേണമായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ വൺസ് ഡബും കഴിഞ്ഞ് നമ്മൾ മിക്സിങ്ങിലേക്ക് വരുമ്പോഴേക്കും ഇന്ദ്രൻ ചേട്ടൻ അവിടെ ഇങ്ങനൊരു സാധനം ഇട്ടായിരുന്നല്ലോ എന്നുള്ള സാധനമൊക്കെ വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, വർക്ക് ചെയ്യാൻ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സോങ്ങിലാണല്ലോ, അതിൽ ആ സോങ്ങിൽ തന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചേക്കുന്നത് ഫുള്ളി വിഷ്വലി അതങ്ങ് കാണിച്ചു കൊടുത്തു. ആ സോങ്ങിൽ തന്നെയാണ് ആ ഫിലിമിന്റെ മൂടങ്ങ് സ്റ്റാർട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ 26 days നിന്നിട്ടുള്ള ഒരു ഷൂട്ട് വാരണാസി എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ ഫേസ് ചെയ്തിട്ട് ഗട്ടിലാണെങ്കിലും കുറെ പ്രശ്നം, അതിനൊക്കെ സർവൈവ് ചെയ്തിട്ട് ഉദ്ദേശിച്ചൊരു രീതിയിലേക്ക് ആ ഫിലിം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടൊരു. അതായത് ഞാൻ ഫസ്റ്റ് വർഷയുടെ കഥ പറയുന്നു. കഥ പറഞ്ഞതിന് ശേഷം ഓക്കെ നമുക്ക് ലൊക്കേഷൻ കണ്ടിട്ട് പോകുന്നു. വൺസ് നമ്മൾ ലൊക്കേഷൻ കണ്ട് പോകുന്നതിന് മുമ്പ് ഞാനും എൻ്റെ അസോസിയേറ്റ് അരവിന്ദും കൂടിയിട്ട് ഫുൾ പ്ലാൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്യാം, വാരണാസി നമുക്ക് വേറെ രീതിയിൽ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റപ്പ് ഒക്കെ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു ലൈറ്റപ്പ് ലൈറ്റ്സ് കിട്ടായിരുന്നു. വൺസ് വാരണാസി അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു. ഒന്നാമത് ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു. ഈ ഭയങ്കര ചൂടാകുന്ന സമയത്ത് തന്നെ അവിടെ ഈ എല്ലാ വർഷവും അവിടെ ഫ്ലഡ് വരും. അപ്പോൾ ഈ ഫ്ലഡ് വരുന്ന സമയത്ത് 40 feet ചെളി കിടക്കും. ഈ ചെളിയൊക്കെ അവിടെ അടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ പോകുമ്പോൾ അപ്പം ഘാട്ടിലോട്ട് നടക്കാൻ പറ്റില്ല. നമ്മളവിടെ കാണുന്ന ഘാട്ടൊന്നും ഇല്ല, സ്റ്റെപ്സ് ഒന്നും. അതൊക്കെ വെള്ളമടിച്ചിങ്ങനെ കളയണം. കാരണം മഹാകുംഭമേള നടക്കാൻ പോവാണ്, നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്ത് കുംഭമേള വരും. അപ്പോൾ ഇതൊക്കെ എൻ്റെ തലയിൽ പോകുന്നുണ്ട്. കാരണം കുംഭമേളയുടെ സമയം വാരണാസി മൊത്തം വൃത്തികേടായി കിടക്കുന്നു, കാരണം ചെളിയൊക്കെ കയറി കിടക്കുന്നു. അപ്പം ഇത് മണ്ടത്തരം പരിപാടി ആയിപ്പോയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന് ആകെ സങ്കടപ്പെട്ട് വൈഫിന് വീണ്ടും മോളെ പരിപാടി പാളിയും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കണ്ട സ്വപ്നമല്ല. കാരണം നമ്മൾ വാരണാസിന്ന് നമ്മളെല്ലാവരും, ഞാൻ ഫോട്ടോയിലൂടെ വാരണാസിനെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു, ഞാൻ രാത്രി ഒന്നും ഇവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഷൂട്ടിന് വേണ്ടി പോയി. ഓക്കെ, മൈൻഡ് ഫുൾ സെറ്റ് ചെയ്ത് ഷൂട്ടിന് വേണ്ടി ഞാൻ അരവിന്ദനോട് പറഞ്ഞു നമ്മൾക്ക് എല്ലാം വിടാം, ഒരു ലൈറ്റ് ലിസ്റ്റ് വേണം, ഒന്നും വേണ്ട, റിയൽ വാരണാസിയെ കാണിക്കാം, രാവിലെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ കാണിക്കാം, രാത്രി എന്താണോ അവിടെ അവൈലബിൾ ആയിട്ട് അതും മതി, അതിനപ്പുറത്ത് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് 4 ആസ്ട്ര ട്യൂബ് ഉണ്ടായിരുന്നു. ജസ്റ്റ് നോർമൽ ട്യൂബ്, ആസ്ട്ര അറിയാം നമ്മൾ ഇവിടെ ക്ലൈറ്റിന് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ 4 ട്യൂബ്, അതും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്നു. ഫസ്റ്റ് ദിവസം കഴിയുന്നു, സെക്കൻഡ് ദിവസം ഷൂട്ട് തുടങ്ങി, 3ാമത്തെ ദിവസം ആയപ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സാധനം വരുന്നില്ല, എനിക്ക് ഒരു ഇത്. അപ്പോൾ ഞാൻ എന്താക്കി, രാത്രി 9:30 എല്ലാവരും ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുന്നു. ഞാൻ 2 മണിക്ക് അലാം വെക്കുന്നു, എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഞാൻ സ്വെറ്ററും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നേരെ ഇറങ്ങി ഘാട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്ന് ഘാട്ടിലെത്തി. അവിടെ ഒരു 10 കിലോമീറ്ററോളം നേരെ നടന്ന് അവിടെ ഇരുന്ന് തീ കായുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ കൂടെ ഇരുന്ന്, അവിടെ ശ്മശാനം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന്, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പം ഹാർമോണിയിൽ പാട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെ ഇരുന്ന്. അവിടെ നിന്ന് എനിക്ക് ഒരു ഡിവൈൻ ഒരു സാധനം കയറി. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ സംതിങ് മാജിക് ഇവിടെ ഉണ്ട്, അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു സാധനം വന്നു. പിന്നെ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ 9:30 കഴിഞ്ഞ് 2 o'clock ഇത് ഇവിടെ കിടന്ന് ഉറങ്ങും, 2 മണിക്ക് എണീക്കും, രാവിലെ 6 മണി വരെ അവിടെ നിൽക്കും. എൻ്റെ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും വരുന്നത് എവിടെയാണോ ലൊക്കേഷൻ അവിടത്തേക്ക് ഞാൻ അവിടെ എത്തും ഓൾറെഡി.
ഇത് ഞാൻ 26 ഡേയ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഗംഗയോട് ഒരുപാട് സംസാരിക്കും. കാരണം ഇതൊരിക്കലും ഞാനിപ്പോൾ ഒരു കവിത, ആക്ച്വലി എനിക്കിതൊരു കവിത പോലെയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ചിത്രം വരക്കുന്ന പോലെയായിരുന്നു ഫീൽ ചെയ്തത്. കാരണം ഓരോ ഷോട്ട് വെക്കുമ്പോൾ പോലും അതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ റൂൾ ഓഫ് തേർഡ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ കറക്റ്റായിട്ട് നമ്മൾ സെമിട്രി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കതൊരു ഐഡിയ ഉണ്ടല്ലോ ബേസിക്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്രെയിം വെക്കുമ്പോൾ തന്നെ ഗംഗയെ റൂൾ ഓഫ് തേർഡിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ഡിവൈൻ ടച്ച് ഉണ്ടായിരുന്നു അതിൽ. ഭയങ്കരമായിട്ട് എന്നെ ആരോ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, ഇത് വെറുതെ ചുമ്മാ ഒരു ഡിവൈൻ എന്നുള്ളൊരു ഇത് വെറുതെ ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്നില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് എല്ലാ പടവും ചെയ്തിട്ടുണ്ട്, എല്ലാ കൈൻഡ് ഓഫ് മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് വേറെ തന്നെ ഒരു മാജിക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലോകം മൊത്തം വാരണാസിയെ കാണേണ്ടത് ഈ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പം ഇതിന് ഓഫ് കോഴ്സ് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. കാരണം ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു നാഷണൽ അവാർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡോ എന്തെങ്കിലും ഒരു എൻ്റെ അച്ചീവ്മെൻറ്റ്. കാരണം എനിക്ക് ഇന്നവരെ അങ്ങനെ ഒരു അവാർഡേ കിട്ടിയിട്ടില്ല. ആൾക്കാരുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്രിസിയേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബട്ട് അങ്ങനെ ഒരു അവാർഡ് ഞാനിത് പ്രതീക്ഷിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഈ സിനിമേൻ്റെ എക്സ്പോഷർ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ വൈസ് വാരണാസിനെ കുറച്ചും കൂടി ബൂസ്റ്റ് എല്ലാവരും കാണും. പുറത്തുള്ള ആൾക്കാർ ഏത് പടത്തിനാണ് നാഷണൽ അവാർഡ്, ഇന്ന പടത്തിന്. അപ്പം ഇത് കുറച്ചുകൂടി വാരണാസിനെ കുറച്ചുകൂടി കാണിക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പം ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് വാരണാസിയെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് വാരണാസിക്ക് എപ്പോഴും ഒരു ഭംഗി എന്ന് വെച്ചിട്ടുള്ള റോ ആണ് ഭംഗി. പക്ഷെ ഈ ഒരു കൈൻഡ് ഓഫ് ഭംഗിനെ കൊണ്ടുവരാൻ പറ്റുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. വാട്ട് എവർ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ തന്ന ഹഗ് തന്നെയാണ് എനിക്ക് കിട്ടിയ അവാർഡ്. സത്യമായിട്ടും. കാരണം അത്രയും ഭംഗിയായിട്ട് ഞാൻ അത് ചോദിക്കുന്നത്, അതായത് ഇപ്പം നമുക്ക് ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഫ്രെയിം വെക്കുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഈ വൈഡായിട്ട് പരന്ന് കിടക്കുന്ന സ്ഥലത്ത് എവിടെ വെക്കുമെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എൻ്റെ ഒരു ഇതാണ് ചോദിക്കുന്നത് വെച്ചാൽ, കാരണം ഒരുപാട് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ. അതെ, കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഓരോ ഫോട്ടോ എടുത്ത് നോക്കുക. അതായത് ഒരുപാട് ആൾക്കാർ വാരണാസിയിൽ വന്ന് ഡെയിലി ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. സോ ഈ ഡെയിലി ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നാളെ ഡയറക്ടർ വന്നിട്ട് ഇതുപോലത്തെ ഒരു ഇത് നോക്കി എന്ത് ഭംഗിയാണ്, താനെന്ത് പണിയാ കൈ ചെയ്ത് വെച്ചെന്ന് ചോദിക്കുമോ എന്നുള്ളൊരു സാധനം വരെ എനിക്ക് ചിലപ്പോൾ ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം ഒരു ഫ്രെയിം വെക്കുമ്പോൾ ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർട്ടിസ്റ്റിനെയാണ്. ആർട്ടിസ്റ്റിനെ എത്രത്തോളം അവരെ ഭംഗിയായിട്ടും ആൾക്കാരെ ബോറടിപ്പിക്കാത്ത രീതിയിലും വെക്കാൻ പറ്റുന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പല രീതിയിൽ ഇപ്പം നമ്മളൊരു സൈലൻറ്റ് ഘാട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാണിക്കുന്നുണ്ട്. കാരണം അവർ വന്ന് കാല് വെള്ളത്തിലേക്ക് ഇതാക്കുന്നില്ലേ, അവിടെ ആദ്യമേ വർഷം പറഞ്ഞായിരുന്നു എനിക്കൊരു സൈലൻസ് ആണ് വേണ്ടിയിരുന്നതെന്നുള്ളത്. സോ അതിനനുസരിച്ച് എങ്ങനെ സൈലൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഇവർ രണ്ടുപേരെയും ഒരു റൂൾ ഓഫ് തേർഡ് ഏറ്റവും ലെഫ്റ്റിൽ തന്നെ നിർത്തി ബാക്കി ഫുള്ള് ഗംഗയെ കാണിച്ചു. അപ്പോൾ അവിടെ ഒരു സൈലൻസ് ഓൾറെഡി കിട്ടി. അവിടെ ഗോവിന്ദൻ്റെ മ്യൂസിക് ഹെൽപ്പ് ചെയ്തു, രംഗനാഥ് ബ്രോൻ്റെ അത്രയും ആംബിയൻസ് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇവിടെ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, കുംഭമേളയ്ക്ക് ഷൂട്ട് ചെയ്ത് കൊണ്ട് ഭയങ്കര ടാസ്ക്കായിരുന്നു. കാരണം കുംഭമേള ഈ പറഞ്ഞ പോലെ അയോധ്യയിലാണെങ്കിൽ പോലും അതിൻ്റെ ഫുൾ ആൾക്കാർക്ക് അവിടെ വാരണാസി വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ 2 കോടി ജനങ്ങളൊക്കെയാണ് ഒരു ദിവസം അറ്റ് എ ടൈം കയറി ഇറങ്ങുന്നത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരു തീരുമാനത്തെന്ന് വെച്ചാൽ ഞാൻ വർഷയോട് പറഞ്ഞ വർഷം നമുക്ക് ക്രൗഡ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. അപ്പോൾ വർഷം പറഞ്ഞു ഓക്കെ നമുക്കന്ന് അങ്ങനെ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡും ബ്ലോക്ക് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാ ടീം, ജമീഷും നമ്മുടെ ബിജു ചേട്ടനാണ് അവിടുത്തെ മൊത്തം വാരണാസി മൊത്തം ലൈൻ പ്രൊഡ്യൂസർ അവരാണ്. ഈ എന്താണ് ലൊക്കേഷൻ മാനേജർ ബിജു ചേട്ടനാണ്. അപ്പോൾ അവരെ ഹെൽപ്പോട് കൂടിയും പിന്നെ ADസിൻ്റെ ഫുൾ ഹെൽപ്പോട് കൂടിയും 2 സൈഡും ബ്ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ദൂരെ ഒരുപാട് ആൾക്കാർ കാണും, പക്ഷെ ഇവരെ തൊട്ട് ബാക്കിൽ ആരുമില്ല. സോ അതുകൊണ്ട് ആ സൈലൻസ് ഓൾറെഡി കിട്ടി ഫ്രെയിമിൽ. സോ എൻ്റെ മൂവി അങ്ങനെ ചോദിച്ചാൽ 26 ഡേയ്സ് ഇത്രയും ഹിന്ദിക്കാരുടെ നോർത്ത് ഇന്ത്യൻസിനെ തെറി കേട്ടോണ്ട് നിൽക്കണേ. പിന്നെ ഭാഗ്യത്തിന് അത്രക്ക് അങ്ങോട്ട് ഹിന്ദി അറിയില്ല, അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തെറികൾ മനസ്സിലായില്ല. എനിക്ക് കുറേ മനസ്സിലായി, പക്ഷെ പിന്നെ നമ്മൾക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ടീം വർക്കാണ് എല്ലാ രീതിയിലും. ഇപ്പോൾ സാബു ചേട്ടൻ ആർട്ട് ഡയറക്ടർ, നമ്മുടെ രഞ്ജിത്ത് ഏട്ടൻ മേക്കപ്പ്, അദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ ആടുജീവിതം കഴിഞ്ഞിട്ട് വരുന്നതാണ് മേക്കപ്പ്, മനസ്സിലായത്. അപ്പോൾ അത്രയും പ്രശ്നമാണ്, നാഷണൽ അവാർഡ് ആളാണ്. അപ്പോൾ നമ്മുടെ ക്രൂ അടിപൊളിയായിരുന്നു. ഗോവിന്ദൻ്റെ മ്യൂസിക്, ഇപ്പോൾ രംഗൻ ചേട്ടൻ, രക്ഷൻ്റെ എഡിറ്റ്, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് പ്രൊഡ്യൂസർ അഭിജിത്ത്. കാരണം ഇങ്ങനൊരു മൂവി വർഷയെ വിശ്വസിച്ച്, ഒരു ഡെബ്യൂ ഡയറക്ടർ വിശ്വസിച്ച് എൻ്റെയർ വാരണാസി, ഇന്ദ്രൻ ചേട്ടൻ, മധുബാല, അത് സ്റ്റാർ വാല്യൂ ഇല്ലാതെ, ഇപ്പം സ്റ്റാർ വാല്യൂ ഉണ്ട് ഓഫ് കോഴ്സ്, ബട്ട് എന്നിരുന്നാൽ പോലും ഒരാളത്തെ കഥ പറയുമ്പം ആ പ്രൊഡ്യൂസർ ഓക്കെ അടിക്കണമല്ലോ. അപ്പം അതിനിപ്പം പ്രൊമോഷന് വേണ്ടിയിട്ടായാലും അഭിജിത്ത് ഒരു നോ പോലും പറയാതെ
അത് ഭയങ്കര എന്താ പറയാ, എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഡിവൈൻ ടച്ച് ഉണ്ട് ഈ മൂവിക്ക്. ഭയങ്കര രസമായിട്ട്, കാരണം ആ ഇന്ദ്രൻ ചേട്ടനും ഈ പറഞ്ഞ മാമും കൂടി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സീൻസ് ആണല്ലോ ഭയങ്കരമായിട്ടുള്ളത്. അതിൽ കുറെ മറ്റേ സോറി ഇന്ദ്രൻ ചേട്ടന് ഭയങ്കര രസമായിട്ടുള്ള കോമഡി സീൻസ് ഒക്കെ അത് ഭയങ്കര കോമഡി എന്നുള്ളതല്ല, സട്ടിലായിട്ട് ഇന്ദ്രൻ ചേട്ടൻ പറയുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ഞാൻ നോക്കുമ്പോ എല്ലാരും ചിരിക്കുന്നുണ്ട്, ഇത് എവിടുന്ന് വരുന്നു, അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സീൻ എടുക്കുമ്പോഴോ ഏതെങ്കിലും ഒരു സീനിൽ എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിൽ നിന്ന് പോയി എന്നുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? നിന്ന് പോയി എന്നല്ല, ഭയങ്കരമായിട്ട് സങ്കടം വന്നൊരു ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് നമ്മളെ ബോട്ടിൽ ഇവർ രണ്ടുപേരും കഥ പറയുന്നില്ലേ, ആ സമയം എന്ന് പറയുന്നത് രാത്രി 7 മണി 8 മണി 9 മണി 10 മണി വരെ മാക്സിമം പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് ലൈക്ക് 3 ഡിഗ്രി സെൽഷ്യസ് 6 ഡിഗ്രി, കാരണം 6 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പോലും അത് മൈനസിലേക്ക് പോകുന്ന, കാരണം ഗംഗ ആയതുകൊണ്ട് തണുത്ത് കയറുക. അപ്പോൾ ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് തൊടാൻ പോലും പറ്റും, അത്രയും തണുപ്പാണ്. ഇവിടെയാണ് മധുമാമും ഇന്ദ്രൻ സാറിനും കൂടി കിടന്നത്. അതുമാത്രമല്ല, അവരുടെ ഇന്ദ്രൻ സാർ ധോത്തിയാണ്, ഇവർ സാരിയാണ്. നമുക്കൊരിക്കലും അവിടെ സ്വെറ്റർ ഇട്ട് ജാക്കറ്റ് ഇട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഭംഗിയും കീപ്പ് ചെയ്യണം. ഇവർക്ക് 5 മിനിറ്റ് നമ്മൾക്ക് കാല് വെറുതെ നിലത്ത് വെക്കാൻ പറ്റില്ല, സോക്സ് മാത്രം ഇട്ടിട്ട്. ഇത് ഇന്ദ്രൻ ചേട്ടൻ സോക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ലല്ലോ. സോ അത് നമുക്ക് ഭയങ്കര ടാസ്ക് എന്ന് വെച്ചാൽ 10 മണിക്കപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസായി പോകും ബ്ലഡ്. അങ്ങനത്തെ രീതിയിലുള്ള തണുപ്പാണ്. നമുക്ക് തന്നെ ഫുൾ ജാക്കറ്റിട്ട് കവർ ചെയ്യാണ്. ഞാൻ വെള്ളത്തിൽ കാല് മുക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചു പണിപ്പാളും ഇതെന്തായാലും, പക്ഷെ സംഭവം അവർ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവരുടെ ഇമോഷൻ വർക്കായത് ആ ഒരു സീനാണ്. കാരണം അത് സ്റ്റോപ്പായി പോകുന്ന തന്നെ വിചാരിച്ചു. നമ്മളതിനെ വിചാരിച്ചു നമുക്കിനി ഇത് മിക്കവാറും ഇനി കുറച്ചും കൂടി വൈകിട്ട് ഒരു ടൈമിലൊക്കെ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വരേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ പ്ലാനായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ടാസ്ക് ആയിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് കാണുമ്പം ഓക്കെ എന്താ വെച്ചാൽ അവരിങ്ങനെ സുഖമായിട്ട് കിടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ അവർക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് അത് ഫേസിൽ ഇമോഷൻ കാണിക്കാതെ അവർ ചെയ്തു. അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇപ്പം നമുക്ക് ഒരുപാട് ഓടാനും ചാടാനുള്ള പടങ്ങളുണ്ട്, ഇപ്പോൾ ജാവയിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ബുദ്ധിമുട്ട് ആക്ടേഴ്സിനാണ്. കാരണം ഫേസിൽ കാണിക്കാൻ പറ്റില്ല ഇമോഷൻ. ഇപ്പം നമുക്കൊരു കാലിൽ പെയിൻ ഉണ്ട്, ഒരാൾ കുത്തിക്കൊണ്ടേ ഇരിക്കാൻ വിചാരിക്കുക, ഈ കത്തി കയറുന്ന സമയത്തും ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും അവർക്ക് ഭയങ്കരമായിട്ട്. അപ്പോൾ അവരതൊന്നും കാണിക്കാതെ ഒരു പരിഭവം പറയാതെ അവർ അഭിനയിച്ചു. അവർ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു. നമ്മളടക്കം നമ്മൾക്കും ഈ പറഞ്ഞ പോലെ മൂവ്മെൻറ്റ്സും ശ്രദ്ധിച്ചാൽ മതി. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കട്ട്സാണ്. പിന്നെ അവസാനം ലാസ്റ്റുള്ള ഷോട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഞാൻ പറയട്ടെ, അതൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഞാനത് ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ ത്രില്ലർ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിന്ന് ഇങ്ങനൊരു മൂവിയിലേക്ക് വന്നപ്പോൾ, അതായത് മൊത്തം പേസ് മാറി, ഭയങ്കര സ്ലോ ആയി, ഫാസ്റ്റ് ഒക്കെ മാറി, ഭയങ്കര ഒരു ഓളത്തിനാണ് ഈ ഫിലിം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു മൂവിന്ന് ഇങ്ങനൊരു മൂവിയിലേക്ക് വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തമിഴ് മൂവിയൊക്കെ വരുമ്പോൾ വേഗം ചാടി പിടിച്ചത് ഇങ്ങനൊരു മൂവി എനിക്ക് എപ്പം വരും എന്നുള്ളൊരു തോട്ടാണ്. കാരണം എനിക്ക് സൗദി വെള്ളമൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ സൗദി വെള്ളം വിളിക്കുന്ന സമയത്ത് ഞാൻ ഓടി വരെ പടം കമ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം അങ്ങനൊരു മൂവിയല്ലേ, കാരണം അങ്ങനെ ഒരു ഇമോഷൻ, മനുഷ്യരുടെ ഇമോഷൻ ഭയങ്കരമായിട്ട് ഇതുപോലെ പറയണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അതിലൊരു പേഴ്സ്, ഇവരുടെ ഒരു ഓട്ടം, അത് കിട്ടിയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ജാവ ചെയ്തോളൂ ആ ഒരു മൂടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കിട്ടുന്ന ഒരു സ്പേസ് അവിടെയാണ്. അവർ ഓടുന്ന സമയത്ത് ബാക്കിലും മറ്റേ സ്റ്റഡി കമ്മിറ്റി ഓടുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ്, ഞാൻ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ചുകൂടി ഓണായി ഭയങ്കരമായിട്ട്. പെട്ടെന്ന് ഞാൻ ഇത് ഞാനല്ല എന്ന് പറഞ്ഞ ചാൻസിലേക്ക് വന്നായിരുന്നു ഭയങ്കരമായിട്ട്. അയ്യോ, അതൊക്കെ ഈ പ്രായത്തിൽ ഈ സ്ത്രീ എങ്ങനെ അതൊക്കെ ഭയങ്കര ഇതാണ്. ഭയങ്കര അത് സാരി ഇട്ടിട്ട് ഓടുക. ഞാൻ വിചാരിച്ചു തടഞ്ഞു വീഴോ ഈശ്വര, കാരണം നമുക്കൊരു ആർട്ടിസ്റ്റേ ഉള്ളൂ ആ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അതേ മാത്രമല്ല, ഇപ്പം ഇന്ദ്രൻ ചേട്ടന്റെ ആയാലും മധുബാല മാമിന്റെ ആയാലും ഒരുപാട് ഇപ്പൊ അതിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറെ ഇമോഷൻസ്, ഒരു മനുഷ്യന്റെ പല ലൈഫാണ് ആ ഒറ്റ സിനിമയിൽ. ഒരു കഥ അല്ല, അതിൽ കുറെ കഥകള്. ഇന്ദ്രൻ ചേട്ടന്റെ മാത്രമല്ല, ലീല എന്ന് പറഞ്ഞ ആളുടെ മാത്രമല്ല, കഴിഞ്ഞു പോയ കുറെ പേരുടെ ഒറ്റ സീനുകൾ. പക്ഷെ ആളൊക്കെ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ട് പോയത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഒരു സീൻസ് കാണുമ്പോൾ ഏതെങ്കിലും ക്യാമറമാൻ എന്നുള്ള നിലയിൽ സിനിമാറ്റോഗ്രാഫർ കണ്ണ് നനയിച്ചിട്ടുണ്ടോ? അതെങ്കിൽ അവിടെ എനിക്ക് ഈ പറയുന്ന പോലെ മാമിന്റെ ആ സിംഗിൾ ഷോട്ടിന്റെ സമയത്ത് ഭയങ്കരമായിട്ട്, കാരണം അത് സിംഗിൾ ഷോട്ടാണ്. അത് മാത്രമല്ല ആ ഒരു ഏരിയയിൽ നമ്മുടെ വിഷ്ണു അഗസ്ത്യന്റെ ഏരിയയിൽ അവരുടെ ഇമോഷൻ പറയുന്ന സമയത്ത്
ആക്ച്വലി ലിറ്ററലി മാം അവിടെ ബ്രേക്ക് ഡൗൺ ആയതാണ്. അതൊക്കെ ആക്ച്വലി മാജിക്കലി സംഭവിച്ചതാണ്. ഞാൻ നോക്കുമ്പോൾ വർഷം എനിക്ക് കാരണം നമ്മൾക്ക് ഇതല്ല, നമുക്ക് വർഷം നോക്കുമ്പോൾ വർഷം കൊടുകൂടാ കറിയുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ലോക്കായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ഇമോഷൻ അത്രയും ഇതിലേക്ക് കയറുന്നുള്ളത്. കാരണം അതും ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പടങ്ങളിലൊന്നും എനിക്ക് ഇത്രയും ഇമോഷൻ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ ഈ പറയുന്ന പോലെ ഓഫ് കോഴ്സ് ഓൾമോസ്റ്റ് ഞാൻ പടം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇമോഷണലി കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. കാരണം അത് ഞാൻ ഓപ്പറേഷൻ ജാവ റിലീസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് പടം റിലീസായി. ആൻഡ് ഫസ്റ്റ് പടം ആനപ്പറമ്പിൻ്റെ വേൾഡ് കപ്പ് ആണെങ്കിലും എൻ്റെ ഫസ്റ്റ് റിലീസ് ഓപ്പറേഷൻ ജാവയാണ്. അപ്പം ഭയങ്കര ഇത്, കാരണം എൻ്റെ ലൈഫ് തുടങ്ങുകയാണ്, കാരണം പടം ഹിറ്റുമാണ്. അപ്പോൾ അതേ ഇമോഷൻ ഇവിടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചില ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഈ ടോപ്പ് ആംഗിളിൽ മറ്റേ ബോട്ട് ഇങ്ങനെ ഫുൾ കാണിക്കുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇമോഷനായിരുന്നു. പിന്നെ ലാസ്റ്റിലെ സീന് അതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ അവരിയ്ക്കുന്നില്ലേ പ്രാവൊക്കെയുള്ള, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. ബട്ട് ത്രൂ ഔട്ട് ഈ പറയുന്ന പോലെ ഭയങ്കര ഇമോഷനായിരുന്നു. എല്ലാരും ഉണ്ട്, എല്ലാവരുടെ ഒരു വികാരം ഉണ്ടോ, എല്ലാരും പറയും അത് അവരുടെ ഒരു സ്റ്റൈലല്ലേ, മൊബൈലല്ലേ, അങ്ങനെയൊക്കെ രസത്തില്. അതേപോലെ ഇപ്പൊ വർഷേച്ചി പറയണ്ടായി എല്ലാ ഇമോഷൻസും നമ്മൾ പറയും ഇതിന്റെ ഈ ഫിലിമിന്റെ ഇതൊക്കെ കഴിഞ്ഞു, ക്ലീശയാണ്, ഇതൊക്കെ ക്ലീശയായിട്ട് എടുക്കും. പക്ഷെ വർഷേച്ചി പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഇത്ര ക്ലീശയാണെങ്കിലും മനുഷ്യർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള സാധനം. ആളെന്നെ അത് സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായി, എന്തൊക്കെ പറഞ്ഞാലും എത്ര ക്ലീശയാണെങ്കിലും എത്ര ഇറങ്ങിയാലും ഇമോഷൻസ് മനുഷ്യൻ എന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫേഴ്സിന് സ്വന്തം ഫിലിം ഒരിക്കലും അയ്യോ ഇത് ഇനിയും ചെയ്യാനുണ്ടായിരുന്നു, ഇനിയും കുറെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒക്കെ തോന്നുന്ന ഒരു ആൾക്കാരാണെന്നുള്ള. അതിനപ്പുറത്തേക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമയെ കാണുമ്പോൾ, അതായത് സിനിമാറ്റോഗ്രാഫർ അല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമ കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാനിപ്പം വരുന്ന സമയത്ത് വൈഫായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീണ്ടും ഇപ്പോൾ തരുൺമൂർത്തിനോട് പടം കണ്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ 7ാമത്തെ പ്രാവശ്യം തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് ബോറടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് വൈഫിനടുത്ത് പറഞ്ഞാ, ഇത് വേറെ സിനിമാറ്റോഗ്രാഫറാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇതേ സെയിം സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് അസൂയപ്പെടും ആ DOP അടുത്ത്. കാരണം അത് ഞാൻ പറഞ്ഞത് ഇതൊരിക്കലും നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് മറുപടി പറയുന്നത്. അതായത് ഒരിക്കലും അഹങ്കാരത്തിൻ്റെ പുറത്ത് പറയുന്നില്ല. ബട്ട് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഞാനിത് പുറത്തിരുന്ന് വേറൊരാളായിട്ട് കാണുകയാണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ഞാൻ പോയി ഹഗ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഡിവൈൻ സംതിങ് ഹാപ്പൻ ഇൻ ദാറ്റ്. അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ പറ്റില്ല, രാത്രി നമ്മൾ ആ സമയത്ത് അത്രയും ദിവസം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ആ ദിവസം കറക്റ്റ് മറ്റേ ആ മദ്യപിക്കുന്ന ഒരു സീനില്ലേ മറ്റേ ആള്, അപ്പോൾ അവിടെയൊക്കെ മഞ്ഞ് വന്നത് അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾക്ക് മഞ്ഞേ ഇല്ല. അത് കണ്ടാൽ മനസ്സിലാവുമ്പോൾ ഇവർ മറ്റേ ബോട്ടിൽ ഇങ്ങനെ മറ്റേ ഇതിലല്ലേ മറ്റേ ജയന്റ് വീലിൽ കറങ്ങുന്ന സമയത്ത് ആ കയ്യിലൊന്നും മഞ്ഞില്ലായിരുന്നു. മനസ്സിലായോ? സോ അതാ പറഞ്ഞത്, അത് മാജിക്കായി സംഭവിച്ചു. ഇവർ അവിടെ കിടക്കുന്ന സമയത്ത് കറക്റ്റ് വൈഡ് വെച്ചപ്പോൾ നല്ല കോടമഞ്ഞ്. അതിന് ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ ചില ഏരിയകളിൽ രാവിലെ ഭയങ്കര കോടമഞ്ഞ്. പിന്നെ ഭയങ്കര ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്കാണ് സൂര്യൻ വരുള്ളൂ, വൈകിട്ട് 3 മണിയാകുമ്പോൾ സൂര്യൻ പോകും. അപ്പോൾ ഇതിനിടയിൽ ആകെ 5 മണിക്കൂർ. ഈ 5 മണിക്കൂർ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. കാരണം ഒരു സീൻ എന്തായാലും തീർത്ത് തീരില്ല. അപ്പം അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്തെടുക്കണം, ആർട്ടിസ്റ്റിന് അതുപോലെ നടക്കണം. എന്തോരം അത് 26 ഡേയ്സിൽ നമ്മൾ ഫുൾ ഷൂട്ട് ചെയ്ത് തീർത്തു. ലാസ്റ്റ് ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എന്ന് വെച്ചാൽ അവർ പറഞ്ഞു, അവിടുന്ന് മറ്റേ പ്രൊഡക്ഷൻ്റെ അവിടുന്ന് പറഞ്ഞു, ഇനി 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൊക്കേഷൻ കിട്ടില്ല. കാരണം കുംഭമേള തുടങ്ങുകയാണ്, മഹാകുംഭമേളയാണ്, നടക്കില്ല എന്ന് പറഞ്ഞുള്ള ഇതിൽ നമ്മൾ ഒത്രയും പെടുന്ന അത് കുറച്ചും കൂടി ഏർലിയായി ചെയ്യേണ്ടി വന്നു. അതെ, പക്ഷെ എവിടെയും ആ ഒരു ക്വാളിറ്റി ലോസ് ഇല്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതെ, അത് ആ ഫിലിമിൽ കാണാൻ പറ്റും. ഞാൻ കേട്ട കഥകൾ, വാരണാസിനെ കുറിച്ച് കേട്ട കഥകൾ ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണെങ്കിലും എന്തായാലും കാണുന്ന ഒരു വ്യൂവിലേ അല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് വാരണാസി കാണാൻ പോണെന്ന് സത്യമായിട്ട് എനിക്കും ഇന്നലെ ഞാൻ തീരുമാനിച്ചു. ഇനി സീസൺ വന്ന് ഏറ്റവും ബെസ്റ്റ് സീസൺ ഡിസംബർ, നമ്മൾ നവംബർ, ഡിസംബർ, ജനുവരി. ഇത് ഡയറക്ടർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. ഡയറക്ടറും ഈ പറയുന്ന പോലെ മധുമാമനോടും ഇന്ദ്രൻസോടും പറഞ്ഞായിരുന്നു, ഈ ഒരു ടൈമിന് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്തായാലും ഇത് അടുത്ത വർഷമേ ഷൂട്ട് നടക്കുള്ളൂ എന്നുള്ളത്. കാരണം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വേനൽ മാസം ചെയ്യുന്നെങ്കിൽ ഇത്രയും ബ്യൂട്ടി ഉണ്ടാവും. ബട്ട് നമുക്ക് ഈ പറഞ്ഞ രാത്രിയിൽ ആ മഞ്ഞിന്റെ ഫീൽ, അതൊക്കെ ചിലപ്പോൾ CGയുടെ ഹെൽപ്പ് വന്നേനെ.
ഇപ്പൊ പറയണ്ട ഈ നാച്ചുറൽ ലൈറ്റ്സ് മാത്രം യൂസ് ചെയ്യുന്നത്. ഞാൻ കേട്ടു, അതായത് നൈറ്റ് ഒക്കെ എനിക്ക് അതുപോലെ വേണം, നൈറ്റിലൊന്നും വേറെ എക്സ്ട്രാ ലൈറ്റ് വേണ്ട, എനിക്ക് ആ നൈറ്റിനൊക്കെ അതുപോലെ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ലൈറ്റ് വെച്ച് മതി എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ദ്രൻസ് ആൻഡ് ഈ പറഞ്ഞ മധുബാല മാമിന്റെ ഒരു തിരിച്ചുവരവ്, കുറെ കാലത്തിന് ശേഷമുള്ള ഒരു വരവും കൂടിയാണ് ഈ ഫിലിമിലേക്ക് എന്നുള്ളത്. ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ എത്രത്തോളം വിഷ്വലി എന്താ കാണിക്കാൻ പറ്റി ഈ ഒരു ഫിലിമില്? എനിക്ക് തോന്നുന്നത് അവരുടെ ബ്യൂട്ടി ശ്രദ്ധിച്ചിട്ടേ പിറകിലുള്ള ബ്യൂട്ടിയിലേക്ക് ശ്രദ്ധ പോവുള്ളൂ. അതങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് ഇവരിലേക്ക് തന്നെയാണ്. ഒരു കാരണവശാലും ഇവരെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോവില്ല ആ ഒരു ഏരിയയിൽ. അതുകൊണ്ടാണ് നമ്മൾ എഫ് സ്റ്റോപ്പ് എന്നാണ് പറയാ, എക്സ്പോഷർ. ഈ പറയുന്ന പോലെ ഞാനും അരവിന്ദും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 5-6 ഓപ്പണിങ്ങിൽ തന്നെ ഷൂട്ട് ചെയ്യണം, അതിന് താഴെ മാക്സിമം ഫുൾ ഓപ്പണിൽ പോകാൻ പാടില്ല എന്നുള്ള. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരൊക്കെ നമുക്ക്, ഇപ്പം ഞാനിപ്പം ഇദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ ബാക്കിലുള്ള അത് കാണാം, അവിടെയും കാണാം, ജസ്റ്റ് ഒരു ബ്ലറേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഫുൾ ഓപ്പണിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ബ്ലറായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല, ഡെപ്ത് ഓഫ് ഫീൽഡ്. അപ്പോൾ അത് ഭയങ്കര നിർബന്ധമായിരുന്നു. സോ നമ്മൾ 5-6 മിനിമം വെച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് 8ലേക്കൊക്കെ പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് ദൂരെ വരെ കാണാം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെയും ശ്രദ്ധിക്കും, അങ്ങ് ദൂരെയും ശ്രദ്ധിക്കും. അപ്പം ആ ഒരു ഇത് ആക്ച്വലി ഫിലിം സ്റ്റാൻഡേർഡ് അങ്ങനെ പണ്ടത്തെ എല്ലാ മെയിൻ സന്തോഷ് ശിവൻ സാർ ആവട്ടെ എല്ലാ മെയിൻ DPസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത്. ബട്ട് ഇപ്പം ആ കൾച്ചർ കുറേ മാറി ഫുൾ ഓപ്പണിലേക്ക് പോയി. ഞാനും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്പണിൽ. ബട്ട് ഈ ഒരു മൂവി അങ്ങനെയല്ല, മാക്സിമം ഒരു 90% 5-6 പോകും. അങ്ങനെ നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു 1 ഡേ അല്ലെ, ഒരു നൈറ്റ്, ഒരു മോർണിംഗ് തുടങ്ങി പിറ്റേ ദിവസം നൈറ്റ്, അതാണ് ആ ഫുൾ മൂവി. അതിൽ തന്നെ അവരുടെ കോസ്റ്റ്യൂം, ഈ മാമിൻ്റെ ആണെങ്കിലും ഏട്ടൻ്റെ ആണെങ്കിലും കോസ്റ്റ്യൂമോ സെയിം കോസ്റ്റ്യൂമാണ്. എനിക്ക് തോന്നുന്നു അതിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമീർ ചേച്ചി നമുക്ക് ഇപ്പം നൈറ്റിലത്തെ കോസ്റ്റ്യൂം അവർക്ക് ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം മാമിന് ഓൾറെഡി നൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡേയിൽ ഓൾറെഡി നമ്മളൊരു പാലറ്റ് പറയുന്ന സമയത്ത് ഗ്രീനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു ഇന്ദ്രൻ ചേട്ടൻ്റെ കോസ്റ്റ്യൂം ഈ പറഞ്ഞ പോലെ പിങ്ക് അല്ല, ബട്ട് ലിനൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം വരുന്ന ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു കളറാണ്, അതിന് ഗ്രേപ്പ് ജ്യൂസ് വരുന്നതിൻ്റെ കളറാണ്. സോ അങ്ങനെ അത് മെൻഷൻ ചെയ്യാൻ പറ്റും. എനിക്ക് അതിൻ്റെ കളർ കറക്റ്റ് പറയാൻ പറ്റിയില്ല, കാരണം ബാക്കി നമുക്കിപ്പോൾ പിങ്ക് പേസ്റ്റൽ ഷെയ്ഡ്സ്, പക്ഷെ ലിനനിൽ വരുന്ന സമയത്തേക്ക് അത് മാറും. അപ്പോൾ അത് തന്നെ തരാൻ പറ്റി. പിന്നെ പച്ച നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആ പച്ച എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ എൻ്റെ ഒരു ഉള്ളിലുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പച്ചയും അതിൻ്റെ കൂടെ റെഡ് ലൈനും ഉണ്ട്. ഇറ്റ്സ് എ പാരറ്റാണ് ആക്ച്വലി അതിൻ്റെ കോൺസെപ്റ്റിൽ. കാരണം പച്ചയും ആ റെഡ് ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ റെഡ് ലൈനും വരും. അപ്പം ലിപ്പ് റെഡ് ആണല്ലോ, അപ്പം പാരറ്റ്. കാരണം പാരറ്റ് എപ്പോഴും എന്താണ്, കൂട്ടിലാണ്, എപ്പോഴും ഓൾവേസ് കേജിലാണ്. ഈ കേജിലാകുന്ന സമയത്ത് എപ്പോഴും ആ പാരറ്റിൻ്റെ കോൺസെപ്റ്റിലാണ് നമ്മൾ കൊടുത്തത്. അവിടെ നിന്ന് ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് മറ്റേ കോസ്റ്റ്യൂമിലേക്ക് വരുന്നതാണ് അവർ ജയന്റ് വീലിൽ കയറുന്നത്, ഡാൻസ് കളിക്കുന്നത്, അവർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന മൊത്തം ആ കോസ്റ്റ്യൂമിലാണ്. ആ പച്ച മാറുന്ന സമയത്തേക്ക് നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ആക്ച്വലി പാരറ്റ്. അതെ അതെ അതെ, എല്ലാം ആ ഒരു കോസ്റ്റ്യൂം. അവിടെ തൊട്ടാണ് പടത്തിലെ ത്രൂ ഔട്ട് അവരുടെ ആ ഒരു പാരറ്റിന്റെ കോൺസെപ്റ്റ്, കേജ് എന്നുള്ള പുറത്തേക്ക് കിടക്കുന്നത്, അവിടുന്ന് ഡാൻസ് തുടങ്ങുന്നത്, എല്ലാം ദീപം ഇതാക്കുന്നത്, എല്ലാം ആ ഒരു കോസ്റ്റ്യൂമിലാണ്. സോ ഇറ്റ്സ് ലൈക്ക് പാരറ്റ് എന്ന് പിന്നെ ഇതിലേക്ക് മാറുകയാണ്. പ്രൊഫഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു മേക്കിംഗ് വീഡിയോ എടുത്തിട്ടാണ് മേക്കിംഗ് വീഡിയോ എന്നാണ് ഞാൻ എൻ്റെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ അപ്കമിങ് സിനിമാറ്റോഗ്രാഫേഴ്സ്, ഇപ്പൊ ഇന്നത്തെ ഒരു ജനറേഷൻ, ഇന്നത്തെ ഒരു എറ ഒരുപാട് മാറി, ഒരുപാട് ഓപ്ഷൻസ് വന്നു, ഒരുപാട് ഫെസിലിറ്റീസ് വന്നു, എല്ലാം വന്നു. പക്ഷെ എന്താണ് അപ്പൊ അവരോട് പറയുന്നത്? ഇപ്പൊ മേക്കിംഗ് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങി, അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറയണ്ടായി. അപ്പൊ ഇവരോട് എന്താണ് പറയുന്നത്? വരുന്ന അപ്കമിങ് ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ പണ്ട് എനിക്കൊരു ഇപ്പം ഞാൻ രാജീവ് രവി സാറിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ അസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ കൂടെ ഇതുപോലെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അന്ന് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു 3 days രാജീവ് സാറിൻ്റെ കളക്റ്റീവ് ഫേസ് എന്ന് തോന്നാം, കളക്റ്റീവ്. അപ്പം അവിടെ പോയിട്ട് ഞാനിങ്ങനെ നിൽക്കും. അപ്പോൾ ഒരാളെ അടുത്ത് പറഞ്ഞു, ആരെ കാണാൻ വന്നതെന്ന് ചോദിച്ചു, പുറത്ത് ഇതുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ രാജീവ് സാറിനെ കാണാനാണ്. മൂപ്പര് നാളെ ഇന്ന സമയത്ത് വരുന്നു പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ തമ്മന ഷാജി അവരാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പം എനിക്കും അറിയില്ലായിരുന്നു അവരാണെന്നുള്ളത്. പിന്നെ എനിക്ക് സംഭവം അവരെ പിന്നെ ഞാൻ വേറെ സ്ഥലത്തൊക്കെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായവരാണ്. അപ്പം ആ സമയം പറഞ്ഞത് കൊണ്ട് ഞാൻ പിറ്റേ ദിവസം അവിടെ എത്തി. അത് ഞാൻ അന്ന് എൻ്റെ പ്ലാൻ നിർത്തിയതാണ് രാജ് സാറിനെ. അപ്പോൾ എന്നിട്ട് അവിടെ എത്തി.
ഞാൻ ഈ പറയുന്ന പോലെ രാജീവ് സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഞാൻ അസിസ്റ്റാൻ വേണ്ടി നിൽക്കുകയാണ്, ഞാൻ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു ഞാൻ ഷോർട്ട് ഫിലിം കാണിച്ചെടുത്തപ്പോൾ ജസ്റ്റ് അവർ തന്നെ മൂപ്പര് കണ്ടു, എടാ പോയി നീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പടം ചെയ്യടാ. അപ്പം അതൊരു ധൈര്യമാണെങ്കിൽ പോലും സംഭവം അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം തരാണ്. ഇപ്പം നമ്മളിപ്പോൾ ആസ്ട്രോളജി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ട്രോളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ബട്ട് ദ തിങ് ഈസ് ആസ്ട്രോളജി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരാളെ നമ്മളടുത്ത് പറയണം, എടാ നിൻ്റെ അടുത്ത 10 ദിവസം ഗംഭീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കയറി. അപ്പോൾ അടുത്ത 10 ദിവസം ഒന്നും ഗംഭീരമാണ്. അപ്പോൾ രാവിലെ വരുന്ന കോൾ പോലും എന്തോ സ്പെഷ്യൽ കോളാണ് നമ്മുടെ ഉള്ളിൽ തോട്ട് വരും. അപ്പം ആസ്ട്രോളജിസ്റ്റ് അവരെ മെയിൻ അങ്ങനെയാണ്. നമ്മളൊരാൾ നല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. മോശം പറഞ്ഞു എടാ നിന്റെ അടുത്ത ദിവസം 10 ദിവസം മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും മോശമായി. സോ ഇറ്റ്സ് ലൈക്ക് രാജീവ് സാർ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്കൊരു ഇത് തന്നു. അപ്പോൾ ഞാൻ എന്താക്കി സിനിമ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ മേക്കിംഗ് വീഡിയോയിലേക്ക് കയറുന്നത്. കാരണം എനിക്ക് സിനിമ പഠിച്ചേ പറ്റൂ, സംഭവം എനിക്ക് ഇതാക്കണം. കാരണം അസിസ്റ്റൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും DP അടുത്ത് സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു ഹയറാർക്കി ഇല്ലെങ്കിൽ പോലും നമുക്കൊരു റെസ്പെക്റ്റ് തോന്നിയിട്ടൊരു മടി ഉണ്ടാവും. അപ്പം അത് കാരണം ഞാൻ എന്താക്കി മേക്കിംഗ് വീഡിയോ എടുത്ത സമയത്ത് എല്ലാ ആൾക്കാരും ഇപ്പം എല്ലാവരും ഷൂട്ട് നടക്കണമെങ്കിൽ എനിക്ക് അതുപോലെ ഓരോന്ന് ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്താൽ മതി, എനിക്ക് പണി വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഡയറക്ടർ അടുത്ത് പോയിട്ട് കുറച്ച് കഥ കേൾക്കുക, മറ്റേ ആക്ടർ അടുത്ത് പോയി കുറച്ച് കഥ കേൾക്കുക, ഈ പറഞ്ഞ പോലെ എഡിറ്റർ അടുത്ത് പോയിരിക്കുക, സിനിമാഗ്രാഫറിന് പോയിരിക്കുക, ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനൊക്കെ കൊള്ളാം ഈ പരിപാടി. അപ്പോൾ ഞാൻ എന്താക്കി ഇവരിലൂടെ സിനിമ പഠിച്ചു തുടങ്ങി. എല്ലാവരുമായിട്ട് കമ്പനി, എല്ലാവരുമായിട്ട് എന്താ ചെയ്യുന്നത്, ഡയറക്ടർ ചെയ്യുന്നത്. കാരണം എൻ്റെ വർക്കിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. കാരണം ഞാനാണ് എൻ്റെ ബോസ്, ആരുമില്ല, ഒരാളും ഇല്ല. അതായത് പ്രൊഡക്ഷൻ എല്ലാം കൂടി ഒരു വീഡിയോ കൊടുത്താൽ മതി ലാസ്റ്റ്. അപ്പോൾ സ്റ്റില്ലാണെങ്കിൽ പോലും അവർക്ക് സ്റ്റിൽസ് കൊടുക്കണം, എനിക്കതില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് BTS വളരെ കുറവായിരുന്നു എല്ലാ പടം. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ പടത്തിലൊക്കെ വിളിക്കും. അപ്പോൾ നസുദ്ദീൻ ഷാ സാറിൻ്റെ പടത്തിന് പോയി. അപ്പോൾ ഇതൊക്കെ മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നസുദ്ദീൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരാൾക്കൊരു ഈഗോ ഇല്ല. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റാണോ നിനക്ക് എൻ്റെ പണിയില്ലേ, പോയി പണി ഇതിനടുത്ത് പറയാൻ ആരുമില്ല. സോ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ഇന്ന് വരെ തലമുറയോട് ഒരു കാര്യം പറയുന്നുള്ളൂ, ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രഫിയിൽ ഒരുപാട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നിരിക്കട്ടെ, ബട്ട് ഒരു സിനിമ പറയുമ്പോൾ അത് വേറെ തന്നെയാണ്, ആ കഥ പറയുന്ന രീതി വേറെ തന്നെയാണ്. നിങ്ങൾക്കിപ്പം ഒരു 10 മിനിറ്റിലെ ഷോർട്ട് ഫിലിം നന്നായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ 2.5 മണിക്കൂറുള്ള സിനിമയിൽ എൻഗേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ കഥ പറയണമെങ്കിൽ അതിന് എക്സ്പീരിയൻസ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഷോർട്ട് ഫിലിം എടുത്തിട്ട് എക്സ്പീരിയൻസ് ആയും വിചാരിക്കാം. ഷോർട്ട് ഫിലിം എടുത്ത ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അത് ഗംഭീര പേര് കേൾക്കുന്നു, അത് ആദ്യം ചെയ്യുന്ന പരിപാടി. നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒരു പടം വന്നപ്പം അതിന് ക്യാമറമാനായിട്ട് പോകുന്നു, മണ്ടത്തരാണ്. അസിസ്റ്റ് ചെയ്യണം, വലിയ പടങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. കാരണം എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണ് ഫൈറ്റിൻ്റെ പരിപാടിയെന്നും അതിൽ വലിയ പ്രോപ്പർട്ടീസ് വരുന്നതെന്നും ചിലപ്പം വലിയൊരു സെറ്റ് ഇടുമ്പം എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റപ്പ് എന്നും അതിൻ്റെ ഗ്യാഫർ സെറ്റപ്പും ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് ഹിറ്റായി, അത് കാരണം എനിക്കൊരു പടം കിട്ടി. ഞാൻ ആ പടം കിട്ടിയിട്ട് നേരെ ഞാനൊരു DOP ആയിക്കഴിഞ്ഞാൽ എൻ്റെ ലേണിംഗ് എന്താണ്, എൻ്റെ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മുകളിൽ പടം എങ്ങനെ ചെയ്യാൻ പറ്റും? എനിക്ക് ബാഹുബലി പോലത്തെ പടം ഞാൻ എങ്ങനെ ചെയ്യും? ഹൂ വിൽ ട്രസ്റ്റ് മീ? ആരും ട്രസ്റ്റ് ചെയ്യില്ല. അതുമാത്രമല്ല, ബാഹുബലി പോലത്തെ ഒരു പടം വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് അതിൽ പരിപാടി എന്ന് എനിക്ക് അറിയണ്ടേ. സോ ഇപ്പം വരുന്ന ആൾക്കാരുടെ അടുത്ത് ഫസ്റ്റ് ടൈം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ അതൊരിക്കലും മോശമായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ പടമൊക്കെ ചെയ്തോ, നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷൻ ആവട്ടെ അങ്ങനെയൊന്നുമല്ല. ഞാൻ അപ്ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് കോമ്പറ്റീഷൻ. അല്ലാണ്ട് ഒരാൾക്കും എന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതോളം ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഞാൻ പഠിച്ചില്ലേ ഞാൻ താഴെ പോകും. അല്ലാണ്ട് വേറെ പുതിയൊരു DOP വന്നെന്ന് വെച്ചിട്ട് എൻ്റെ ജോലി പോയില്ല. ഞാൻ അപ്ഡേറ്റ് ആയാൽ എനിക്ക് ജോലി ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പം ഞാൻ ചെയ്യുന്ന പടം കിട്ടുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ചെയ്താൽ എനിക്ക് അടുത്ത പടം കിട്ടും. ഇല്ലെങ്കിൽ വേറൊരു DOP അടുത്ത വേറെ അടിപൊളിയായി വന്നു പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അതിനായിട്ട് സങ്കടമൊന്നും വന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? സോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യുക, വലിയ പടങ്ങളിൽ അസിസ്റ്റ് ചെയ്തിട്ട്. കാരണം ഒറ്റ വലിയ പടം പഠിച്ചാലും മതി. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഒരു വലിയ പടം അസിസ്റ്റ് ചെയ്താൽ മതി. അതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനെല്ലാം പഠിക്കാം. അതും ഇല്ലാണ്ട് വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ്, കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് പടം 18-ാം വയസ്സിൽ ഞാൻ DOP ആവേണ്ട ആളാണ്. പ്രസ് ക്ലബ് മീറ്റിംഗ് നടത്തി, നാനയിൽ വന്നു എൻ്റെ പേര് DOP ആയിട്ട്. ഞാൻ പഠിച്ച ഫിലിം സ്കൂൾ, അപ്പം ഫിലിം സ്കൂൾ അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഫിലിം സ്കൂളിൽ. അപ്പോൾ അന്നത് പിന്നെ 3-ാമത്തെ ദിവസം ഒഴിവായി. അന്ന് ഞാൻ DOP ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കില്ല, ഒരിക്കലും ഇരിക്കില്ല. എൻ്റെ ആ പടം അതോടുകൂടി ഞാൻ തീർന്നേനെ. ഞാൻ എൻ്റെ മോള് പഠിക്കും ചിലപ്പോൾ എനിക്ക് അഹങ്കാരം കയറിയെന്ന് വരാം. ഒരു പടം ചെയ്തോ DOP? യെസ്, ഞാനൊരു പടം ചെയ്തു.
ആ ഇതിൽ ഞാൻ തന്നേനെ, എന്നെ ഒരാളും വിളിക്കില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടുമില്ല, വലിയ പടം വന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇനി ഒരാളെ അസിസ്റ്റൻ്റായിട്ട് പോവുകയും ചെയ്യില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു പടം ചെയ്തൊരു DOP എന്നുള്ളൊരു ഓട്ടോമാറ്റിക്കലി ഒരു ഈഗോ സാധനമൊക്കെ കയറി ഒരു ആറ്റിറ്റ്യൂഡ് കയറി നിൽക്കും. ദൈവം സഹായിച്ചിട്ട് എന്നെ അന്ന് അത് ചെയ്യിച്ചില്ല. ഞാൻ 18 വയസ്സോളം നമ്മൾ അത്രയും ചോരത്തളപ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കില്ല, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ നിന്നേനെ. സോ ഗോഡ്സ് ഗ്രേസ് ഒന്നും നടന്നില്ല ആ പടം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ സീറ്റിലിരിക്കണേ. ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഈ ഫിലിമിലേക്ക് കയറാൻ ഫിലിം സ്കൂൾ അല്ല ബേസ് എന്ന് പറയുകയാണെങ്കിൽ സാറിന് എന്തായിരിക്കും അത് പറയണ്ടാവുക? കാരണം ഇന്ന് ഇപ്പോൾ ഒത്തിരി എന്താ പറയുക ഫിലിം സ്കൂൾസ് വന്നു കഴിഞ്ഞു. എന്താ പറയുക, ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ തന്നെ മാറി. പക്ഷേ ഒരു സിനിമാറ്റോഗ്രാഫർ ആവാൻ, ഒരു സിനിമയിൽ കയറാൻ ഫിലിം സ്കൂൾ അല്ല ഒരു ബേസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും സാർ പറയാം? ഞാൻ ആക്ച്വലി അത് 2 ഓപ്ഷൻ എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ചിട്ട് ഹി ഷുഡ് ലേൺ ഡിറക്ഷൻ, ഹി ഷുഡ് ലേൺ എഡിറ്റിംഗ്, ഹി ഷുഡ് ലേൺ സൗണ്ട് ഡിസൈനിങ്, എവറിത്തിങ്. കാരണം ഞാനിപ്പോൾ നമ്മൾ പുതിയ മെറി ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയിൽ ഇപ്പം ഒരാൾ ചുമരിലെറിയുന്ന, തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ഒരാൾ എറിയുന്ന സാധനം ഈ ഒരു റൂമിൽ നിന്ന് കേൾക്കുന്നതുണ്ട്. ഞാൻ എവിടെ ക്യാമറ വെക്കുക? അപ്പം ഞാൻ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ചുമരിനോട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് ഡിസൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ടപ്പ് എന്നിട്ടൊരു അടിക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്? ബിക്കോസ് ഞാൻ സൗണ്ടിൽ പഠിച്ചതുകൊണ്ട്, പഠിച്ചതുകൊണ്ട്. സോ അത് എവിടെ നിന്ന് കിട്ടുക? ഫിലിം സ്കൂളിൽ നിന്ന്. കാരണം ഫിലിം സ്കൂളിൽ, എല്ലാ ഫിലിം സ്കൂളിലും ബേസ് 3 മാസം എന്ന് പറയുന്നത് എല്ലാം പഠിപ്പിക്കും. നമുക്ക് സൗണ്ട് ഡിസൈനിങ് പഠിപ്പിക്കും, എഡിറ്റിംഗ് പഠിപ്പിക്കും, സിനിമാറ്റോഗ്രഫി പഠിപ്പിക്കും, ആക്ടിങ് പഠിപ്പിക്കും, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിപ്പിക്കും, എല്ലാം. ഈ ചാനൽ ഡിസൈനിങ് പഠിപ്പിക്കും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു DOPയെ സംബന്ധിച്ചിട്ട്, ഒരു സിനിമാറ്റോഗ്രഫറെ സംബന്ധിച്ച്, ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് എല്ലാം അറിയണം. ഈ ഡയറക്ടർ എല്ലാം അറിയണ്ടേ? ലെൻസിങ് അടക്കം അറിയണം. ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും 50 ഇട്ട് കൊടുത്തത് എന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ 50 ഇടുന്ന സമയത്ത് അവരുടെ ഇമോഷൻ എത്രത്തോളം കണക്ട് ആവും അതൊക്കെ അറിഞ്ഞിരിക്കണം, ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. നമുക്കതിനു വേണ്ടി ഒരു തിയറിക്ക്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹോം സ്കൂളിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ പോലും നമ്മൾക്ക് ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇമോഷൻസ് വരുള്ളൂ. സോ അതിന് നമ്മൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വേണം. നമ്മൾ ഫിലിം സ്കൂളിൽ പോകുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഫിലിം സ്കൂളിൽ പോയിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എനിക്ക് അവിടെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടുന്ന് എഡിറ്റിങ്, ഈ പറഞ്ഞ പോലെ എല്ലാവരും, കാരണം ഓരോ ആൾക്കാർ വരുമ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്നുണ്ട്, വലിയ ആൾക്കാരൊന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എല്ലാത്തിലും, അപ്പം അവിടുന്ന് ആ 3 മാസം കിട്ടുമ്പോൾ ഞാൻ ചിലപ്പം എൻ്റെ സിനിമാറ്റോഗ്രഫി ആയിരിക്കില്ല, ഞാൻ ഡയറക്ടർ ആവേണ്ട ആളാന്നുള്ളൊരു തോട്ട് വരാം, അവിടുന്ന് എഡിറ്റർ ആവുന്നുള്ള തോട്ട് വരാം. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ആക്ച്വലി ഇപ്പം ഞാനൊരിക്കലും സിനിമാറ്റോഗ്രഫർ ആവേണ്ട ആളല്ലായിരുന്നു. ഞാൻ +2 ഫെയിലായ സമയത്ത് നോർമലി ഒരു പണിയില്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് അങ്കിൾ മറ്റേ ഫിലിം സ്റ്റുഡിയോ ക്യാമറ ആ ഒരു പരിപാടി. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ആ ഒരു സാധനം വരുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ആദ്യമായിട്ടാണ് സിനിമാറ്റോഗ്രഫി എന്നുള്ള വേർഡ് അറിയുന്നത്. ആ വേർഡ് പഠിച്ച ആളാണ് ഇന്ന് സിനിമാറ്റോഗ്രാഫറായി നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഫിലിം സ്കൂളിൽ പോയിട്ട് അവിടുന്ന് ഈ പറഞ്ഞ ലേൺ ചെയ്തുകൊണ്ടാണ്. ഞാൻ ഓഫ് കോഴ്സ് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ദാറ്റ് ഇയർ ഞാൻ എന്തായാലും ഒരു മൂവി ഡയറക്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഞാൻ ഓൾറെഡി ഫിലിം സ്കൂളിൽ പഠിക്കുമ്പോൾ ഡയറക്ഷൻ്റെ ഒക്കെ ഫ്ലേവർ എൻ്റെ തലയിൽ കിട്ടിയതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയാം. ഞാൻ ഇതൊന്നും എവിടെയും ഷോ ചെയ്യാനല്ല, ബട്ട് യു ഷുഡ് ലേൺ. എന്ത് വന്നു കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആ ഷോട്ട് വെക്കുമ്പം സൗണ്ട് ഡിസൈനറിന് ഇവിടെ ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു ഷോട്ട് എടുത്ത് പറഞ്ഞിട്ട് അവരൊരിക്കലും വന്ന് പറയില്ല. നമ്മൾ എന്താണ് എടുത്തു കൊടുക്കുന്നത് അതിൽ അവർ ഗംഭീരമായി സൗണ്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ അവർക്കും കൂടി ഫേവറായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. സോ ഓഫ് കോഴ്സ് ഫിലിം സ്കൂൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി പഠിക്കുക എന്നുള്ളതാണ് സംഭവം എങ്ങനെയെങ്കിലും. ഇപ്പോൾ യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് മാസ്റ്റർ ക്ലാസ്സിന് 15,000 അവർ 1 ഇയറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഞാൻ യൂട്യൂബിൽ തന്നെയാണ് പഠിച്ചത്, ഗൂഗിളിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ അതൊന്നും ഒരു മോശം കാര്യമല്ല. കാരണം നമുക്ക് ലേൺ ചെയ്യാൻ വേറെ എവിടെയും പോകാൻ പറ്റണം. പിന്നെ അത് തിയറിയിലും കൂടി പ്രാക്ടിക്കലിലും കൂടി കൊണ്ടുവരണം. ഇപ്പൊ വളരെ സക്സസ് ആയിട്ടൊരു മൂവി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവിയല്ല, ഇപ്പം ഇനി റിലീസ് ആകാൻ പോകുന്ന നെക്സ്റ്റ് മന്ത് മോസ്റ്റ്ലി ഉണ്ടാവും മെറി ബോയ്സ്. അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഓരോ പടങ്ങളും ഡിഫറെൻറ്റ് ആയിരിക്കാന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ക്രിസ്റ്റഫർ പോലെയല്ല 1000 ബേബീസ്, അതുപോലെയല്ല ജാവ, അതുപോലെയല്ല ഈ വാരണാസി, ഇതുപോലെയല്ല മെറി ബോയ്സ്. സോ എനിക്ക് ഈ പറയുന്ന പോലെ നമ്മളൊരു ഷോട്ട് കണ്ടിട്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഷോട്ട് കണ്ടിട്ട് ഇത് ഫാഷിദിക്കുന്ന ഷോട്ടാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്ക് ക്ഷീണം. I don't want that.
കാരണം അപ്പം ഞാൻ അപ്ഡേറ്റ് അല്ല എന്നല്ല അർത്ഥം. സോ ഐ വാണ്ട് ടു അപ്ഡേറ്റ് എവറി ടൈം. ഒരു ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഇതാരായിരിക്കും എടുത്തതെന്ന് ചോദിക്കുന്നത് എനിക്കിഷ്ടം. എനിക്കത് കേൾക്കാനാണ് ഇഷ്ടം. അല്ലാതെ അത് എൻ്റെ ഷോട്ട് ആയിരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഞാൻ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി. അപ്പം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇനി വരാൻ പോകുന്നത് 1000 BBs സീസൺ 2 ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ കംബോഡിയ ഉണ്ട്. അത് നെക്സ്റ്റ് ഇയർ ആണ്, നെക്സ്റ്റ് ഇയർ ആയിരിക്കും മിക്കവാറും. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു മന്ദാരത്തിൻ്റെ ഡയറക്ടർ വിജീഷിൻ്റെ അടുത്തൊരു വലിയ സ്കെയിൽ പടമാണ്. ഭയങ്കര രസമുള്ള ഒരു ഫാൻറ്റസി പരിപാടിയൊക്കെ ഉള്ള ഒരു രസമുള്ള പരിപാടിയാണ്. അത് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇന്നത്തെ പ്രൊഡ്യൂസർ ഭയങ്കര ഇതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് അത് ഐമാക്സ് ക്വാളിറ്റി വേണമെന്നാണ്. ഐമാക്സ് ലെവൽ ക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്രയും ഹാപ്പി. സോ ഞാൻ നോക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് കാരണം അവർക്ക് അത്രയും ചിലവാണ്. ആ ഐമാക്സ് ക്വാളിറ്റി കൊടുക്കണമെങ്കിൽ ലിറ്ററലി അത് കോസ്റ്റാണ് ഭയങ്കരം. അപ്പം അവരത് ആഗ്രഹിച്ച് വരുമ്പോൾ ഫ്യൂച്ചർ കാണുന്നത് കൊണ്ടാണ്. അവർ നോക്കുമ്പോൾ PXL പോലുള്ള തിയേറ്റേഴ്സിനും അങ്ങനെയൊക്കെ വരുമ്പോൾ വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി. നമ്മുടെ ക്വാളിറ്റിക്ക് വേണ്ടി ഫണ്ട് ഇറക്കുമ്പോൾ അത്രയും ഹാപ്പിയാണ്. കാരണം ഐ എം എ സിനിമാറ്റോഗ്രാഫർ, നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് കൂടി ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എല്ലാ പ്രോജക്ട്സും ഭയങ്കര ഗംഭീരമായിട്ട് ഇതേപോലെ ഇങ്ങനെ മലയാളികളെ ഏറ്റെടുക്കല്ല, എല്ലാവരും ജനങ്ങളങ്ങ് ഏറ്റെടുക്കട്ടെ എന്ന് ഭയങ്കര വിഷ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് തന്നതിന്. താങ്ക് യു.